ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഹിസ്റ്റോറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺകോഡിന്റെ പാർട്ട് 2, അതായത് കോൺകോഡിന്റെ ഭാഗത്ത് നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ ഇത് ഇടുന്നത്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. എല്ലാവരും അതിൽ പോയിട്ട് ലിങ്കിൽ കയറിയിട്ട് കാണും. ഓക്കെ, അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക. ഞങ്ങളുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ദെൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇടുന്നത് PSC സംബന്ധിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ദെൻ ബെൽ ബട്ടൺ അമർത്താം, നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബ്രെഡ് ആൻഡ് ഓംലേറ്റ് ഡാഷ് ഹിസ് ഫേവറേറ്റ് ഫുഡ്. ഓക്കെ, അതായത് ഇവിടെ രണ്ട് സബ്ജക്റ്റുകളെ ആൻഡ് വെച്ചിട്ട് കണക്ട് ചെയ്തേക്കാണ് ചെയ്യണത്. ഓക്കെ, അതായത് രണ്ട് സബ്ജക്റ്റുകളെ ആൻഡ് വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോ ഇതെന്താണ്, രണ്ടും ഒരു ഐഡിയ ആയിട്ടാണ് കൺവേ ചെയ്യണത്. ഓക്കെ, അതായത് ദ ടു സബ്ജക്ട്സ് ആർ കണക്റ്റഡ് വിത്ത് ആൻഡ് റെപ്രസെന്റ്സ് വൺ ഐഡിയ. സോ യൂസിങ് വെർബ് ഈസ് സിംഗുലർ. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ ഏത് വെർബാണ് യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ ആയിട്ടുള്ള വെർബാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് ബ്രെഡും ഓംലേറ്റും രണ്ടും ഒരുമിച്ചാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? സിംഗുലർ ആയിട്ടുള്ള വെർബ് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഡാഷ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ് ഓഫ് ദ പാലസ്. ഓക്കെ, ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. A are, B were, C is, D have been. ഇങ്ങനത്തെ കേസിൽ കളക്റ്റീവ് നൗൺസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലെ. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതായത് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് തിങ്സ് അല്ലെങ്കിൽ എ ക്രൗഡ് ഓഫ് പീപ്പിൾ, എ ക്രൗഡ് ഓഫ് തിങ്സ്, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ, അതായത് ഒരു കളക്റ്റീവ് നൗൺസ് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണതും സിംഗുലർ ആയിട്ടുള്ള വെർബാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ കളക്റ്റീവ് നൗൺസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്യണം? നമ്മൾ സിംഗുലർ ആയിട്ടുള്ള വെർബാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഏതാണ് സിംഗുലർ വെർബ്? ഈസ് ആണ് തന്നിട്ടുള്ളതിൽ. ഓക്കെ, അപ്പൊ ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഈസ് ആണ്. ഓക്കെ, ഓർത്ത് വെക്കാം. കളക്റ്റീവ് നൗൺസ് ഏതൊക്കെയാണ്? എ ഗ്രൂപ്പ് ഓഫ് തിങ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അല്ലെങ്കിൽ എ ക്രൗഡ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ എ ക്രൗഡ് ഓഫ് തിങ്സ്, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ ആയിട്ടുള്ള വെർബാണ്. ഓർത്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈച്ച് ഓഫ് ദീസ് ബ്രാൻഡ്സ് ഡാഷ് അവൈലബിൾ ഇൻ ഇന്ത്യ. ഓക്കെ, ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ കേസില് ഈച്ച് ഓഫിന് ശേഷം തന്നിരിക്കുന്നത് ഒരു പ്ലൂരൽ നൗൺ ആണ് തന്നിട്ടുള്ളത് അല്ലെ. ഈച്ച് ഓഫിന് ശേഷം എന്താണ് തന്നിട്ടുള്ളത്? ഒരു പ്ലൂരൽ നൗൺ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അല്ലെ. അപ്പോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തില് നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? സിംഗുലർ ആയിട്ടുള്ള വെർബാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈച്ച് ഓഫിന് ശേഷം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പ്ലൂരൽ നൗൺ ആണ്. അതിനുശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യാൻ പാടുള്ളൂ? സിംഗുലർ ആയിട്ടുള്ള ഒരു വെർബാണ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മെഷീനറി ഫോർ ദിസ് ഫാക്ടറി ഡാഷ് ഇമ്പോർട്ടഡ് ഫ്രം ജപ്പാൻ. ഓക്കെ, ഇങ്ങനത്തെ കേസില് മെഷീനറി, അതുപോലെ തന്നെ ഫർണിച്ചർ, സ്റ്റേഷനറി, ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ അടിയിലെ. മെഷീനറി, ഫർണിച്ചർ, സ്റ്റേഷനറി, ഫുഡ് വെയർ, ഇത്തരത്തിലുള്ള ക്ലാസ് നൗൺസ് എന്നാണ് പറയുക. ഇതിനൊക്കെ നമ്മൾ ക്ലാസ് നൗൺസ് എന്നാ പറയാ. ഇത്തരത്തിലുള്ള ക്ലാസ് നൗൺസ് വരികയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ ആയിട്ടുള്ള വെർബാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ സിംഗുലർ ആയിട്ടുള്ള വെർബ് ഏതാണ്? വോസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? വോസ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ വരും. ദ മെഷീനറി ഫോർ ദിസ് ഫാക്ടറി വാസ് ഇമ്പോർട്ടഡ് ഫ്രം ജപ്പാൻ. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക. ക്ലാസ് നൗൺസ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? മെഷീനറി, ഫർണിച്ചർ, സ്റ്റേഷനറി, ഫുഡ് വെയർ. ഇത്തരത്തിലുള്ള ക്ലാസ് നൗൺസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ വെർബാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 2 kilometers ഡാഷ് ദ ഐഡിയൽ ഡിസ്റ്റൻസ് ടു വാക്ക്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈസ്, വുഡ് ബി, വേർ, ആർ. അതായത് ഡിസ്റ്റൻസ്, ടൈം, ക്വാണ്ടിറ്റി ഓർ മെഷർമെന്റ്, പീരിയഡ് ഓഫ് ടൈം, അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് മണി എന്നിവയുടെ ഒക്കെ കൂടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? എന്ത് യൂസ് ചെയ്യണം? സിംഗുലർ ആയിട്ടുള്ള വെർബ് യൂസ് ചെയ്യണം. ഓർത്ത് വെക്കുക കേട്ടോ. ഡിസ്റ്റൻസ്, ടൈം, എമൗണ്ട് ഓഫ് മണി, ക്വാണ്ടിറ്റി ഓർ മെഷർമെന്റ്, പീരിയഡ് ഓഫ് ടൈം, ഇതൊക്കെ തരികയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? സിംഗുലർ ആയിട്ടുള്ള വെർബ് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? 2 kilometers അല്ലെ. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവയുടെ കൂടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ ആയിട്ടുള്ള വെർബാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ സിംഗുലർ ആയിട്ടുള്ള വെർബ് ഏതാണ്? ഈസ് ആണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡാൻസർ ആൻഡ് ദ സിംഗർ ഡാഷ് വിസിറ്റിംഗ് അവർ കോളേജ്. ഓക്കെ, അതായത് ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ വരിക. ദ ശ്രദ്ധിക്കുക നിങ്ങൾ. ദ അതായത് എ ആൻഡ് ദ
ഇത് മൂന്നാണ് ആർട്ടിക്കിൾസ് അല്ലെ. ഈ മൂന്ന് ആർട്ടിക്കിളിലെ എ ആയാലും ഏൻ ആയാലും ദായ ആയാലും റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? വെർബ് മസ്റ്റ് ബി എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. അപ്പൊ ഇവിടെ പ്ലൂറൽ ആയിട്ടുള്ളത് ഏതാണ്? ആറാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആറാണ് നമ്മൾ യൂസ് ചെയ്യുക. ദ ഡാൻസർ ആൻഡ് ദ സിംഗർ ആർ വിസിറ്റിംഗ് അവർ കോളേജ്. ഓക്കെ, അപ്പൊ ഇവിടെ ദ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ദ വെർബ് മസ്റ്റ് ബി എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈച്ച് ബോയ് ആൻഡ് ഗേൾ ഡാഷ് ഗിവൺ ന്യൂ യൂണിഫോം. ഓക്കെ, ഇവിടുത്തെ കേസിലെ ബോയ് ഗേൾ അല്ലെ, അതായത് രണ്ട് നൗൺസിനെ തമ്മിൽ ആൻഡ് വെച്ചിട്ട് കണക്ട് ചെയ്തേക്കാണ് അല്ലെ. അപ്പോ രണ്ട് നൗൺസിന് മുൻപിലായിട്ട് എന്ത് വന്നേക്കാണ്? ഈച്ച് അല്ലെങ്കിൽ എവരി വരികയാണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് എന്താണ്? സിംഗുലർ ആയിട്ടുള്ള വെർബാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓർത്തു വെക്കുക, രണ്ട് നൗൺസിന് മുൻപിലായിട്ട് ഈച്ച് അല്ലെങ്കിൽ എവരി വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ ഏത് വെർബാണ് യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ ആയിട്ടുള്ള വെർബാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ആൻസർ എന്താണ്? വോസ് ആണ്. ഈച്ച് ബോയ് ആൻഡ് ഗേൾ വോസ് ഗിവൺ ന്യൂ യൂണിഫോം. അങ്ങനെയാണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോട്ട് വൺ ഹിസ് പോയംസ് ഡാഷ് എവർ ബീൻ പ്രിന്റഡ്. ഓപ്ഷൻ എ ഹാവ്, ബി വേർ, സി ഹാസ്, ഡി ആർ. ഇവിടെ വരിക എന്താണ്? ഇവിടുത്തെ സബ്ജക്ട് നോക്കുകയാണെങ്കിൽ വൺ ആണ് ഇവിടുത്തെ സബ്ജക്ട്, നോട്ട് പോയംസ്. പോയംസ് അല്ല കേട്ടോ, തെറ്റിക്കരുത്. വൺ ആണ് ഇവിടുത്തെ സബ്ജക്ട് എന്ന് പറയുന്നത്. അതെന്താണ്? സിംഗുലർ ആണ്. സോ യൂസ് ചെയ്യേണ്ട വെർബും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. സോ നമ്മൾ ഇവിടെ സിംഗുലർ ആയിട്ടുള്ള വെർബ് ഏതാണ്? ഹാസ് ആണ്. അപ്പൊ ഏതാ വരിക? ഹാസ് ആണ് വരിക. നോട്ട് വൺ ഓഫ് ഹീസ് പോയംസ് ഹാസ് എവർ ബീൻ പ്രിന്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 30 rupees dash just enough for the train fare. ഓപ്ഷൻ എ ആർ, ബി ഈസ്, സി വേർ, ഡി ഹാവ്. ഓക്കെ, ഇവിടെ വരിക നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റിന്റെ വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്റ്റൻസ്, ടൈം, പീരിയഡ് ഓഫ് ടൈം, ക്വാണ്ടിറ്റി ഓർ മെഷർമെന്റ്, ഇതൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക? സിംഗുലർ ആയിട്ടുള്ള വെർബാണ് യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? മണി അല്ലെ, ക്വാണ്ടിറ്റി ഓഫ് മണി 30 rupees. അപ്പൊ എന്താണ്? ഈസ് ജസ്റ്റ് ഇനഫ് ഫോർ ദ ട്രെയിൻ ഫെയർ. അപ്പൊ ഏതാണ് യൂസ് ചെയ്യുക? ഈസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ കണ്ടീഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കോൺകോഡ് ഒക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ 2 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക. ദെൻ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനിയും കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.